ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻ്റലിജൻ്റ് ഏജൻ്റ് എന്നൊരു കോൺസെപ്റ്റ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഏജൻ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ മുന്നുള്ള ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏജൻറ്റിന് നമ്മൾ കൊടുത്ത ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഏജൻറ്റ് ഈസ് സംതിങ് ദാറ്റ് ആക്ട് എന്നാണ്. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു തിങ്ങിനെയാണ് നമ്മൾ ഏജൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്താണ് ഈ ഇൻ്റലിജൻ്റ് ഏജൻറ്റ്, അതിൻ്റെ ബേസ്, ഒരു ഏജൻറ്റിന് ബേസിക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും, ഓക്കെ, അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ബേസിക് ആയിട്ടുള്ള ഒരു ഏജൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഏജൻറ്റ് എന്ന് പറയുന്ന ഐഡിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഇൻ്റലിജൻ്റ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ഏജൻറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ആക്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഏജൻറ്റിന് ഒരു കാര്യം ആക്ട് ചെയ്യാൻ പറ്റുക? ഓക്കെ, ആക്ട് ചെയ്യണമെങ്കിൽ ബേസിക്കലി അതെന്തെങ്കിലും കാര്യം പെർസീവ് ചെയ്യണം, അല്ലേ? അപ്പോൾ പെർസെപ്ഷൻ നടക്കണം. പെർസെപ്ഷൻ എങ്ങനെ നടക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. സോ ഒരു ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഈസ് എ ബേസിക്കലി എൻ എൻറ്റിറ്റി. അതെന്ത് ചെയ്യും? ദാറ്റ് ക്യാൻ ഒബ്സർവ് ഇറ്റ്സ് സറൗണ്ടിങ് ത്രൂ സെൻസേഴ്സ് ആൻഡ് ആക്ട് അപ്പോൺ ഇറ്റ്സ് ആക്ടുവേറ്റേഴ്സ്. അപ്പം ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതിനെന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ എൻവറോൺമെൻറ്റുകൾ, ഇതിൻ്റെ സറൗണ്ടിങ്സുകൾ അതിനെന്ത് ചെയ്യാൻ പറ്റും? ഒബ്സർവ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത്? അതിൻ്റെ സെൻസേഴ്സ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ സെൻസേഴ്സ് വെച്ചിട്ട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു, എന്നിട്ട് ആ ഒബ്സർവ് ചെയ്ത ഡാറ്റയെ വെച്ചുകൊണ്ട് അത് ആക്ഷൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഇതിനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏജൻറ്റിന് ചില ക്യാപ്പബിലിറ്റീസ് അല്ലെങ്കിൽ ചില കമ്പോണൻസുകൾ വേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആ കമ്പോണൻസുകൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഒരു ഏജൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻ്റ് ആണ് ഒന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഒരു മനുഷ്യനെ പോലത്തെ ഉണ്ട് ഏകദേശം, അല്ലേ? അപ്പം ഏജൻറ്റിന് ബേസിക്കലി എന്തുണ്ട്? സെൻസേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഏജൻറ്റിന് ബേസിക്കലി സെൻസേഴ്സ് ഉണ്ടാവും, അതേപോലെ അതിന് ആക്ടുവേറ്റേഴ്സ് ഉണ്ടാവും, പിന്നെ എൻവറോൺമെൻറ്റ്, ആ ഏജൻറ്റ് ജീവിക്കുന്ന ആ ചുറ്റുപാട്, എൻവറോൺമെൻറ്റ്. ഓക്കെ, ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരു ഏജൻറ്റിനെ സംബന്ധിച്ചോളം അതിൻ്റെ മുന്നിൽ കിടക്കുന്നത്: സെൻസേഴ്സ്, ആക്ടുവേറ്റേഴ്സ്, എൻവറോൺമെൻറ്റ്. അപ്പോൾ ഏജൻറ്റിന് നമ്മൾ സിംപ്ലി ഒരു മനുഷ്യനെ പോലെ ഏകദേശം വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ് ഏജൻറ്റ് എന്ന് പറയുന്ന ഐഡിയ കേട്ടോ. അപ്പം ഏജൻറ്റിന് എന്ത് ചെയ്യണം? അതിൻ്റെ എൻവറോൺമെൻറ്റിൽ അത് ജീവിക്കുന്ന അതിൻ്റെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? പെർസീവ് ചെയ്യണം. ഓക്കെ, അങ്ങനെ പെർസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമ്പോണൻ്റാണ് ആക്ച്വലി സെൻസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെൻസേഴ്സ് ബേസിക്കലി ദേ ആർ ബേസിക്കലി എ ഡിവൈസ് ദാറ്റ് കളക്ട് ഡാറ്റ ഫ്രം ദി എൻവറോൺമെൻറ്റ്. അപ്പോൾ എന്താണ് ഈ സെൻസേഴ്സ് ഏജൻറ്റിന് ചെയ്ത് കൊടുക്കുന്നത്? ഏജൻറ്റിന് ഏത് രീതിയിലാണ് സെൻസേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം സെൻസേഴ്സ് പ്രധാനമായിട്ട് സെൻസേഴ്സ് ആർ ബേസിക്കലി ഇൻപുട്ട് ഡിവൈസ്. ഒരു സെൻസറിനെ, ഒരു ഏജൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സെൻസേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? പുറത്തുള്ള കാര്യങ്ങൾ ഉള്ളിലേക്ക് എടുക്കാം, കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ ബേസിക്കലി ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള സെൻസേഴ്സ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യും? സെൻസേഴ്സ് എന്ന് പറയുന്ന ഇൻപുട്ട് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ഈ ഏജൻറ്റ് അതിൻ്റെ എൻവറോൺമെൻറ്റിൽ, അത് ജീവിക്കുന്ന അല്ലെങ്കിൽ അത് നിലനിൽക്കുന്ന ആ ചുറ്റുപാടിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ബേസിക്കലി ആ ഡാറ്റ എന്ത് ചെയ്യുന്നു? അവ കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസുകളെയാണ് ബേസിക്കലി സെൻസേഴ്സ് എന്ന് പറയുന്നത്. എവിടെയുള്ള ഡാറ്റ കളക്ഷൻ? ആ ഏജൻറ്റ് നടക്കുന്ന ചുറ്റുപാട്, അതിൻ്റെ എൻവറോൺമെൻറ്റിലെ കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ബേസിക്കലി സെൻസേഴ്സ് ചെയ്യുന്ന കാര്യം, സെൻസേഴ്സ് വിൽ ഹെൽപ്പ് ദം ദി ഏജൻറ്റ് ടു സീ ദി തിങ്സ്. അതിൻ്റെ ചുറ്റുപാടുള്ള കിടക്കുന്ന എൻവറോൺമെൻറ്റിനെ ചിലപ്പോൾ അതിന് കാണേണ്ടി വരാം. ഓക്കെ, അപ്പോൾ കാണേണ്ട സാഹചര്യം വരാം. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ സെൻസർ സഹായിക്കുന്നുണ്ടാവാം. അതേപോലെ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള സെൻസറുകൾ ഉണ്ടാവും, ഹിയർ ചെയ്യാൻ, കേൾക്കാൻ വേണ്ടിയിട്ടുള്ള സെൻസർ ഉണ്ടാവാം. അതേപോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബേസിക്കലി നമ്മളെന്ത് പറയുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ബേസിക്കലി സെൻസേഴ്സ് വെച്ചിട്ട് ഈ ഏജൻറ്റ് എന്ത് ചെയ്യുന്നത്? പെർസീവ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സെൻസറിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു റോബോട്ടിൻ്റെ ക്യാമറയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിലകൊള്ളുന്ന അതിൻ്റെ എൻവറോൺമെൻറ്റിലെ ഒബ്ജക്റ്റുകൾ അതിനെന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു സ്മോക്ക് സെൻസർ ഉണ്ടെന്ന് വെച്ചോ. ഒരു സ്മോക്ക് സെൻസറിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയറൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പല സെൻസേഴ്സുകൾ നമ്മൾ ഡെയിലി ലൈഫിൽ കാണാറുണ്ട്. കാറിൻ്റെ മുകളിലൊക്കെ സെൻസേഴ്സുകളൊക്കെ, ബൈക്കിൻ്റെ മുകളിലും കാറിൻ്റെ മുകളിലൊക്കെ പല ആവശ്യങ്ങൾക്ക് നമ്മൾ സെൻസേഴ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ സെൻസേഴ്സ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് അവർ സെൻസ് ഓർഗൻ. നമ്മളെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ കണ്ണ്, മൂക്ക്, നാവ് പോലുള്ള സെൻസ് ഓർഗൻസ് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ എൻവറോൺമെൻറ്റിൽ കിടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ ഏജൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അതേപോലെ തന്നെയാണ്
ഈ സെൻസേഴ്സ് ആക്ട് ചെയ്യുന്നത്, ചുറ്റുമുള്ള കാര്യങ്ങൾ പെർസീവ് ചെയ്യാനുള്ള ഇൻപുട്ട് ഡിവൈസുകളാണ് ബേസിക്കലി എന്ത് സെൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെൻസർ എന്ന് പറയുന്ന ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് ആക്ച്വേറ്റേഴ്സ് നോക്കാം. എന്താണ് ഈ ആക്ച്വേറ്റേഴ്സ്? ഏജന്റിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കമ്പോണന്റ് ആണ് ആക്ച്വേറ്റേഴ്സ്. അപ്പോൾ ആക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഇറ്റ്സ് ബേസിക്കലി an ഔട്ട്പുട്ട് ഡിവൈസ്. ഒരു ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ബേസിക്കലി എന്ത് ആക്ച്വേറ്റേഴ്സ്. സെൻസേഴ്സ് എന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്. ആക്ച്വേറ്റേഴ്സ് എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. സെൻസേഴ്സുകൾ എന്ത് ചെയ്യും? അതിൻ്റെ എൻവറോൺമെൻറ്റിലെ സെൻസേഴ്സ് ഉപയോഗിച്ചിട്ട് ഏജന്റ് ബേസിക്കലി ആയിട്ട് എന്ത് ചെയ്യും? അത് കിടക്കുന്ന എൻവറോൺമെൻറ്റിലെ കാര്യങ്ങൾ പെർസീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പെർസീവ് ചെയ്ത ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് അത് എന്ത് ചെയ്യുന്നുണ്ടാവും? ഇന്റേണലി ചില പ്രോഗ്രാമിങ്ങിൻ്റെ ഹെൽപ്പോട് കൂടി, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കൂടി ഹെൽപ്പോട് കൂടി എന്തെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടാവും? ഒരു ഡിസിഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടാവും. അപ്പം അതിനെ ബേസ് ചെയ്തുകൊണ്ട്, ആ ഡിസിഷനെ ബേസ് ചെയ്തുകൊണ്ട് അതിനെന്ത് ചെയ്യണം? എന്തെങ്കിലും ആക്ഷൻ പെർഫോം ചെയ്യണം, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, ആ ആക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കമ്പോണൻസിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുന്നത്? ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു റോബോട്ടിക് വീൽ എന്ന് പറയുന്ന സാധനം ഒരു എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഈ ഏജന്റിനെ മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അല്ലെ? ഒരു വീൽ ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യാം? മൂവ് ചെയ്യാം അല്ലെ? അപ്പം ആ വീൽ എന്ന് പറയുന്ന ബേസിക്കലി എന്തിൻ്റെ എക്സാമ്പിളാണ്? ആക്ച്വേറ്റേഴ്സിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഏജന്റിൻ്റെ ഒരു കൈ ഇവിടെ ആക്ച്വേറ്റേഴ്സ് ആയിട്ട് ഇവിടെ കണ്ടോ? ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഹാൻഡാണ് കേട്ടോ. ഹാൻഡ് വെച്ചിട്ടാണ് ആക്ച്വേറ്റേഴ്സിനെ റിപ്രസെന്റ് ചെയ്യുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനായിട്ട് റിലേറ്റ് ചെയ്യാനാണ് നമ്മളിവിടെ ശ്രമിച്ചിരിക്കുന്നത്. മനുഷ്യനായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്ന ഐഡിയ കിട്ടും. അപ്പം ഈ കൈ പോലെയാണ്, അതായത് ഒരു ആക്ഷൻ ചെയ്യണം അല്ലേ ബേസിക്കലി. അപ്പോൾ കൈ മൂവ്, ഒരു റോബോട്ടിനെ സംബന്ധിച്ചോളം കൈ മൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്ത് വേണം? റോബോട്ടിക്ക് വീൽസും കാര്യങ്ങളൊക്കെ വേണം അല്ലേ? അപ്പോൾ അങ്ങനെ ആ വീൽസിൻ്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ഇതിൻ്റെ ഈ റോബോട്ടിൻ്റെ ആംസൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും? മൂവ് ചെയ്തിട്ട് എന്തെങ്കിലും സാധനമൊക്കെ പിക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പം പിക്ക് ചെയ്യുന്നതും പ്ലേസ് ചെയ്യുന്നതും ഒക്കെ ഈ ആക്ച്വേറ്റേഴ്സ് വെച്ചിട്ടാണ്. ശരി, അപ്പോൾ ബേസിക്കലി ആക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ബേസിക്കലി ഔട്ട്പുട്ട് ഡിവൈസ്. ഓക്കെ, സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഡിവൈസ്, പെർസീവ് ചെയ്യുന്നു സെൻസേഴ്സ് വെച്ചിട്ട്, എന്നിട്ട് ആ പെർസീവ് ചെയ്ത ഇൻഫർമേഷൻ്റെ മുകളിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഹെൽപ്പോട് കൂടി എന്തെങ്കിലും ഡിസിഷനൊക്കെ മേക്ക് ചെയ്യുന്നുണ്ടാവും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കമ്പോണൻസിനെയാണ് നമ്മൾ ബേസിക്കലി ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത് ഏജന്റിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതിൻ്റെ അകത്ത് വരുന്ന ഒന്നാണ് സെൻസേഴ്സ് എന്ന് പറയുന്നത്. സെൻസേഴ്സ് ഉപയോഗിക്കുന്നത് ആ ഏജന്റ് കിടക്കുന്ന പരിസരത്തെക്കുറിച്ചുള്ള വിവരം ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഉദാഹരണമാണ് നമ്മളെ ഹ്യൂമണിനെ നമുക്ക് വേണമെങ്കിൽ ഏജന്റായിട്ട് കൺസിഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഹ്യൂമണാണ് ഏജന്റാണ്. ഹ്യൂമനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു സെൻസറാണ് നമ്മളെ കണ്ണ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ കണ്ണ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സെൻസറാണ്. അതേപോലെ റോബോട്ടിൻ്റെ അകത്ത് വരുമ്പോൾ അതെന്തായി മാറുന്നു? ക്യാമറയായി മാറുന്നു അല്ലേ? ക്യാമറ വെച്ചിട്ടാണ് അതെന്ത് ചെയ്യുന്നത്? പിന്നെ വിഷ്വൽസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? ക്യാപ്ചർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം സെൻസേഴ്സായിട്ട് ക്യാമറകൾ ആക്ട് ചെയ്യുന്നുണ്ടാവാം. ഇനി രണ്ടാമത്തെ ഇതാണ് നമ്മൾ പറഞ്ഞ ആക്ച്വേറ്റേഴ്സ് അല്ലേ? ആക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏജന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന കമ്പോണൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഹ്യൂമൺ ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം കൈ എന്ന് പറയുന്നത് എന്താണ്? അവൻ്റെ ഒരു ആക്ച്വേറ്ററാണ്. അതേപോലെ ഒരു റോബോട്ടിക് ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മോട്ടോർ എന്ന് പറയുന്നത് തന്നെ ആക്ച്വേറ്ററാണ്. ഏജന്റിനെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടേമാണ്, ഏജന്റായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന മറ്റൊരു ടേമാണ് പെർസെപ്റ്റ് എന്ന് പറയുന്നത്. പെർസെപ്റ്റ്. ഇപ്പൊ പെർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഏജന്റിന് നമ്മൾ സെൻസർ ഉപയോഗിച്ച് നൽകുന്ന ഓരോ വിവരങ്ങളെയാണ് നമ്മൾ സെൻസറുകളായിട്ട് നൽകുന്ന വിവരങ്ങളെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുന്നത്? പെർസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ടേമാണ് പെർസെപ്റ്റ് സീക്വൻസ് പറയുന്നത്. ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള മറ്റൊരു ടേമാണ് പെർസെപ്റ്റ് സീക്വൻസ്. എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പെർസെപ്റ്റ് സീക്വൻസ് നോക്കാം. പെർസെപ്റ്റ് സീക്വൻസ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഏജന്റ് ഇന്നേ വരെ അനുഭവിച്ചിട്ടുള്ള എല്ലാ പെർസെപ്റ്റിൻ്റെയും തുടർച്ച, അതായത് പ്രീവിയസ് ഹിസ്റ്ററി, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെർസെപ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ഏജന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഏജന്റ് ഫംഗ്ഷൻ ഇതെന്താണെന്ന് നോക്കാം. ഏജന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഈ പെർസെപ്റ്റ് സീക്വൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബേസിക്കലി അതിനെ ആക്ഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ് ബേസിക്കലി നമ്മൾ ഏജന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ് ഏജന്റ് ഫംഗ്ഷൻ. എന്തിനു വേണ്ടിയിട്ട്? ഈ പെർസെപ്റ്റ് സീക്വൻസിനെ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യണം? അതിനെ ആക്ഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അതിനെ മാത്തമാറ്റിക്കൽ രീതിയിൽ റെപ്രസെന്റ് ചെയ്യണം. ആ മാത്തമാറ്റിക്കൽ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ ഏജന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നു.
ഓക്കെ, അങ്ങനെ മാത്തമാറ്റിക്കൽ രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്താൽ മാത്രം പറയാം. ശരിക്കും പറഞ്ഞാൽ അല്ലേ, നമ്മൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു പ്രോഗ്രാം എഴുതണം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണടാ, ഒരു ഏജന്റ് പ്രോഗ്രാം കൂടെ വേണം. ഏജന്റ് പ്രോഗ്രാം. ഓക്കെ, ഏജന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉള്ളൂ. നമ്മളിപ്പോൾ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്ത ഏജന്റ് ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യാണ്, ആപ്ലിക്കേഷൻ ലെവലിലേക്ക് അതിനെ പ്രയോഗിക്കുകയാണ്. ആക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രോഗ്രാം എഴുതുകയാണ്. ഓക്കെ, അങ്ങനെ ആ പ്രോഗ്രാമിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, നമ്മളെ ആക്ടിവിറ്റീസ് വെച്ച് അത് എന്ത് ചെയ്യുന്നത്, ആ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ട് ഡിസിഷൻ എടുത്തിട്ട് ആക്ടിവിറ്റീസ് വെച്ചിട്ട് ആക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യമാണ് ഏജന്റിന്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്ന വാക്ക്. ആർക്കിടെക്ചർ എന്താണ്? ആർക്കിടെക്ചർ നോക്കാം. ഇപ്പോൾ ഒരു ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏജന്റ് പ്രോഗ്രാം പ്രവർത്തിക്കുന്ന അതിൻ്റെ ശാരീരിക ഉപകരണങ്ങളൊക്കെ നമുക്ക് അതിന് എന്ത് പറയാം, ഏജന്റിന്റെ ആർക്കിടെക്ചർ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളുണ്ടാവും. ഒരു ഏജന്റിനെ സംബന്ധിച്ചോളം നമ്മൾ കേൾക്കാൻ സാധ്യതയുള്ള വാക്കുകളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സെൻസേഴ്സ്, രണ്ടാമത്തത് ആക്ച്വേറ്റേഴ്സ്, മൂന്നാമത്തത് എൻവിറോൺമെന്റ്, പിന്നെ എന്താ പറഞ്ഞത്, പേഴ്സെപ്റ്റ് എന്ന് പറയുന്ന വാക്ക് എന്താണെന്ന് പറഞ്ഞു. പേഴ്സെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏജന്റിന് സെൻസർ വഴി കിട്ടുന്ന ഇൻഫർമേഷനെയാണ് നമ്മൾ ബേസിക്കലി പേഴ്സെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി പേഴ്സെപ്റ്റ് സീക്വൻസ് എന്ന് പറയുമ്പോൾ എന്തായി, ഇന്നേവരെ ഏജന്റിന് ലഭിച്ച അല്ലെങ്കിൽ ഏജന്റ് അനുഭവിച്ച എല്ലാ പേഴ്സെപ്റ്റിന്റെയും തുടർച്ച, അതിന്റെ കണ്ടിന്യൂഷൻ, ഒരു ബേസിക്കലി ഹിസ്റ്ററി. ഓക്കെ, ആ പേഴ്സെപ്റ്റ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, ഇനി എന്താണ് ഏജന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേഴ്സെപ്റ്റ് സീക്വൻസിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ആക്ഷനിലേക്ക് മാറ്റണം അല്ലേ. ആക്ടിവിറ്റീസ് വെച്ചിട്ട് ഫയലിൽ നമ്മൾ ഒരു ആക്ഷനാണ് ചെയ്യാം. അപ്പോൾ ആ ഒരു പേഴ്സെപ്റ്റ് സീക്വൻസിനെ ആക്ഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഒരു മാത്തമാറ്റിക്കൽ രീതിയിൽ റെപ്രസെന്റ് ചെയ്യും. ആ മാത്തമാറ്റിക്കൽ രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഏജന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇനി ഏജന്റ് ഫംഗ്ഷൻ മാത്രം അവിടെ നിന്നാൽ പോരാ, മാത്തമാറ്റിക്കൽ രീതിയിൽ ഒരു റെപ്രസെന്റേഷൻ മാത്രം പോരാ, നമുക്ക് എന്ത് ചെയ്യണം, അതൊരു പ്രോഗ്രാമിലേക്ക് മാറ്റണം അല്ലേ. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ബേസിക്കലി വി ഷുഡ് ഹാവ് എൻ അൽഗോരിതം ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോഗ്രാം എഴുതാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ കാര്യം. ഇപ്പം മാത്തമാറ്റിക്കൽസ് ബാക്ക്ഗ്രൗണ്ട് ആണ്, അതിൽ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ് നമ്മൾ ആദ്യം ഇനീഷ്യലി ഉണ്ടാക്കുക. ആ മാത്തമാറ്റിക്കൽ ഫംഗ്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാം ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെ എഴുതുന്ന പ്രോഗ്രാംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഏജന്റ് പ്രോഗ്രാംസ് പറയുന്നത്. അപ്പം ഏജന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന വാക്കും എന്ത് ചെയ്തു, നമ്മളെ സംബന്ധിച്ചോളം ഈ ഒരു ഏജന്റിനെ സംബന്ധിച്ചോളം നമ്മൾ കേൾക്കാൻ സാധ്യതയുള്ള മറ്റൊരു ടേമാണ്. ഓക്കെ, ഇനി എന്താണ് ഏജന്റിന്റെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏജന്റ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഏജന്റ് പ്രോഗ്രാം പ്രവർത്തിക്കുന്ന അതിന്റെ ശരീരത്തിൽ ഏജന്റിന്റെ മുകളിൽ കിടക്കുന്ന എല്ലാ ഉപകരണങ്ങളെയും നമുക്ക് എന്ത് പറയാം, ബേസിക്കലി ആർക്കിടെക്ചർ എന്ന് പറയാം. ഓക്കെ, അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഇങ്ങനെ ഇക്വേഷൻ എഴുതാം. ഏജന്റ് ഈസ് ഈക്വൽ ടു ആർക്കിടെക്ചർ പ്ലസ് പ്രോഗ്രാം അല്ലേ. ആർക്കിടെക്ചർ ഉണ്ടാവും. ആർക്കിടെക്ചറിൻ്റെ അകത്ത് എന്താണ്, ആർക്കിടെക്ചറിന് നമ്മൾ പറഞ്ഞു ഏജന്റിന് പ്രോഗ്രാം പ്രവർത്തിക്കുന്ന അതിന്റെ ശരീരത്തിൽ കിടക്കുന്ന എല്ലാ ഉപകരണങ്ങളും അല്ലേ. സെൻസേഴ്സ് അതിന്റെ ആർക്കിടെക്ചറാണ്, ആക്ടിവേറ്റേഴ്സ് അതിന്റെ ആർക്കിടെക്ചറാണ്. അപ്പോൾ ഒരു ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ശരീരത്തിൽ കിടക്കുന്ന എല്ലാ പാർട്ടുകളും എന്താണ്, എല്ലാ പാർട്ടുകളും എന്താണ്, ആർക്കിടെക്ചറാണ്. അപ്പോൾ ആർക്കിടെക്ചർ ഉണ്ടാവും, അതിനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആർക്കിടെക്ചറിനെ സെൻസർ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ടിവേറ്റേഴ്സ് വെച്ച് ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബേസിക്കലി ഫണ്ടമെന്റലി അവിടെ ഒരു പ്രോഗ്രാം വേണ്ടി വരും. അപ്പോൾ ആ പ്രോഗ്രാം കൂടെ ചേരണം അല്ലേ. അപ്പോൾ ഏജന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, ആർക്കിടെക്ചർ പ്ലസ് പ്രോഗ്രാം. ഏജന്റ് വർക്ക് ചെയ്യേണ്ട പ്രോഗ്രാമും ഏജന്റിന്റെ ആർക്കിടെക്ചറും ചേർന്നതാണ് എന്ത്, ഏജന്റ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, ഏജന്റ് ഈസ് ഈക്വൽ ടു ആർക്കിടെക്ചർ പ്ലസ് പ്രോഗ്രാം. അപ്പം നമുക്ക് കുറച്ച് ഏജന്റിന്റെ എക്സാമ്പിൾ നോക്കാം കേട്ടോ, എന്തൊക്കെ ഏജന്റുകളാണ് ഉള്ളത് നോക്കാം. ഓക്കെ, ഏജന്റുകളുടെ ഉദാഹരണം, ജസ്റ്റ് ഏജന്റ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ ഏജന്റിന്റെ ഉദാഹരണങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, ഹ്യൂമൻ ഏജന്റ്സ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ഏജൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു വളരെ ജനറിക് ആയിട്ട് ടേമാണ് കേട്ടോ ഈ ഏജന്റ് എന്ന് പറയുന്നത്. അപ്പം ഹ്യൂമൺ ഒരു ഏജന്റ് ആയി കഴിഞ്ഞാൽ, അല്ലെ ഹ്യൂമൻ ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹ്യൂമൻ ഏജന്റ് കാര്യങ്ങൾ പെർസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മളെ കണ്ണ്, അതേപോലെ നമ്മളെ ചെവി, കൈ തുടങ്ങിയ അവയവങ്ങൾ ഉപയോഗിച്ച് പരിസരത്തെ കാണുകയും പ്രതികരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം കണ്ണ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ണും ചെവിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താണ് ഇൻഫർമേഷൻ പെർസീവ് ചെയ്യണം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സെൻസേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ കണ്ണും ചെവിയൊക്കെയാണ് അല്ലേ. ഇനി അങ്ങനെ കാര്യങ്ങൾ നമ്മൾ പെർസീവ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളെ പരിസരത്തെ ചുറ്റുപാടുള്ള വസ്തുക്കളെയൊക്കെ നമ്മൾ കാണുകയാണ്. അങ്ങനെ ഇൻഫർമേഷൻ നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ എന്ത് വേണം, ആക്ടിവേറ്റേഴ്സ് വേണം അല്ലേ. അപ്പോൾ നമ്മളെ കാലും നമ്മളെ കൈയൊക്കെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ എന്താണെടാ, ആക്ടിവേറ്റേഴ്സ് ആണ്. ഇനി നേരെ ഒരു ഏജന്റ്, മനുഷ്യൻ ഏജന്റ് അല്ല, ഒരു റോബോട്ട് ഏജന്റാന്ന് വെച്ചോ. അപ്പോൾ ഒരു റോബോട്ട് ഏജന്റ് ആണെങ്കിൽ റോബോട്ട് ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സെൻസറായിട്ട് ആക്ട് ചെയ്യുന്ന എന്തായിരിക്കും, ഈ ക്യാമറ സെൻസറുകളൊക്കെ ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ ആക്ടിവേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതിന്റെ മോട്ടറൊക്കെ ആയിരിക്കാം അല്ലേ. ഇനിയിപ്പം മറ്റൊരു ടൈപ്പ് ഓഫ് ഏജന്റ് ആണ് സോഫ്റ്റ്വെയർ ഏജന്റ് എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഏജൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഇൻഫർമേഷൻസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കീബോർഡ്, അതുപോലെ തന്നെ കീബോർഡ് ഉപയോഗിക്കുന്നുണ്ടാകും, അതുപോലെ നെറ്റ്വർക്ക് പാക്കറ്റൊക്കെ ഉപയോഗിച്ചിട്ട് വിവരങ്ങൾ സ്വീകരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പല ടൈപ്പ് ഓഫ് ഏജൻറ്റുകളുണ്ട്. ഇനി മറ്റൊരു കാര്യമാണ് നമ്മളവിടെ പറഞ്ഞ ഏജൻറ്റിൻ്റെ പരിസരം അല്ലെങ്കിൽ ഏജൻറ്റിൻ്റെ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഏജൻറ്റ് സ്ഥിതി ചെയ്യുന്ന അതിൻ്റെ ചുറ്റുപാട്. ഓക്കെ. അപ്പം ഏജൻറ്റ് അനുഭവിക്കുകയും അതേപോലെ അത് പ്രതികരിക്കുകയും ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ അതിൻ്റെ വ്യവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത് ബേസിക്കലി എന്ത് പറയുന്നത് എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഒരു ഏജൻറ്റ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത്, ഒരു ഏജൻറ്റിനെ നമ്മൾ രൂപകൽപ്പന ചെയ്യുന്ന സമയത്ത്, അതിനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പ്രവർത്തനം വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു മോഡൽ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ നമ്മൾ പറയാം, അത് നമ്മൾ പറയാം PEAS മോഡൽ എന്നാണ് പറയുക. ഇപ്പോൾ P എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, P മീൻസ് പെർഫോമൻസ് എന്നാണ്. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി P എന്ന് പറഞ്ഞാൽ പെർഫോമൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. E എന്ന് പറയുന്നത് ഏജൻറ്റ് നിലനിൽക്കുന്ന ചുറ്റുപാട് എൻവിറോൺമെൻറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. A എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്ച്വേറ്റേഴ്സ് ആണ്. ദെൻ S എന്ന് പറഞ്ഞാൽ സെൻസേഴ്സ് ആണ്. S എന്ന് പറഞ്ഞാൽ ഏജൻറ്റിൻ്റെ സെൻസേഴ്സ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് PES എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ്, ഏജൻറ്റിൻ്റെ എൻവിറോൺമെൻറ്റ്, ഏജൻറ്റിൻ്റെ ആക്ച്വേറ്റേഴ്സ്, ഏജൻറ്റിൻ്റെ സെൻസേഴ്സ്. ഓക്കെ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഏജൻറ്റിനെ ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ പ്രവർത്തനം നമ്മൾ വിലയിരുത്തുന്നത് കേട്ടോ. ഇതിൻ്റെയൊക്കെ കമ്പോണൻസ് ഒക്കെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ ബേസിക്കലി വിലയിരുത്തുന്നത്. ഓക്കെ. ഈ ടേമുകളൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടേമാണ്. നമ്മളൊരു മനുഷ്യനായിട്ട് എന്ത് ചെയ്താൽ ഒന്ന് റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഈ ഒരു ഏജൻറ്റ് എന്ന് പറയുന്ന ടേമിൻ്റെ അകത്ത് നമുക്ക് ഉള്ളൂ. ഓക്കെ. നമ്മൾ പറഞ്ഞ ടേമാണ് ഇവിടെ ഉള്ളത്. പേഴ്സെപ്റ്റ് എന്ന് പറയുന്ന ടേം നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലേ. പേഴ്സെപ്റ്റ് എന്ന് പറയുന്ന ടേം എന്താണ്? പേഴ്സെപ്റ്റ് എന്ന് പറയുന്ന ടേം എന്തിനെ റെഫർ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസിൽ ഏജൻറ്റ് എന്ത് ചെയ്യുന്നു, അതിൻ്റെ സെൻസർ വെച്ചിട്ട് പെർസീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പേഴ്സെപ്റ്റൽ ഇൻപുട്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ദ ടേം പേഴ്സെപ്റ്റ് ടു റെഫർ ടു ഏജൻറ്റ്സ് പേഴ്സെപ്ച്വൽ ഇൻപുട്ട്. ഏജൻറ്റിൻ്റെ പേഴ്സെപ്ച്വൽ ഇൻപുട്ടിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേഴ്സെപ്ച്വൽ ഇൻപുട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ടേമാണ് ആക്ച്വലി പേഴ്സെപ്റ്റ് എന്ന് പറയുന്നത്. ഏജൻറ്റ് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ പെർസീവ് ചെയ്യുന്ന കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് പേഴ്സെപ്റ്റ്. ആ ടേം ഓർത്ത് പോകുക, കാരണം ആ ടേം നിങ്ങളെ സംബന്ധിച്ചോളം പുതിയൊരു ടേമാണ്. ഓക്കെ. ഇനി പിന്നെ നമ്മൾ പറഞ്ഞ വാക്കാണ് ഏജൻറ്റിൻ്റെ പേഴ്സെപ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് അല്ലേ. എന്താണ് ഏജൻറ്റിൻ്റെ പേഴ്സെപ്റ്റ് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻറ്റ് പേഴ്സെപ്റ്റ് സീക്വൻസ് ഈസ് the complete history of everything the agent has ever perceived. ഏജൻറ്റ് ഇന്നേ വരെ പിന്നെ തൻ്റെ സെൻസ് ഓർഗൻ വെച്ചുകൊണ്ട് സ്വീകരിച്ച അല്ലെങ്കിൽ സെൻസ് ഓർഗൻ വെച്ചുകൊണ്ട് ഇൻപുട്ടായി എടുത്തിട്ട കംപ്ലീറ്റ് ഹിസ്റ്ററിനെയാണ് നമ്മളെന്ത് പറയുന്നത് ഏജൻറ്റിൻ്റെ പേഴ്സെപ്റ്റ് സീക്വൻസ് പറയുന്നത്. ഏജൻറ്റ് തൻ്റെ സെൻസ് ഓർഗൻ വെച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സെൻസേഴ്സ് വെച്ചിട്ട് പെർസീവ് ചെയ്ത കംപ്ലീറ്റ് ഹിസ്റ്ററി, അതിനെയാണ് നമ്മളെന്ത് പറയുന്നത് ബേസിക്കലി പേഴ്സെപ്റ്റ് സീക്വൻസ് പറയുന്നത്. അപ്പം പേഴ്സെപ്റ്റ് സീക്വൻസ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരേണ്ട വാക്ക് എന്താണ്? നമുക്ക് അതുമായിട്ട് നമ്മൾ മാപ്പ് ചെയ്യേണ്ട വാക്കാണ് ബേസിക്കലി എന്തെന്ന് പറയുന്നത് ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് കേട്ടോ. ഏജൻറ്റ് ഇന്നേ വരെ അതിൻ്റെ സെൻസ് ഓർഗൻ വെച്ചിട്ട് പെർസീവ് ചെയ്ത എല്ലാ കാര്യത്തിൻ്റെ ആ സീക്വൻസ്, അതിനെയാണ് എന്ത് പറയുന്നത് ഈ പേഴ്സെപ്റ്റ് സീക്വൻസ് പറയുന്നത്. അപ്പോൾ പേഴ്സെപ്റ്റ് സീക്വൻസിൻ്റെ ഹെൽപ്പോട് കൂടി കാര്യങ്ങൾ ഇത് ലേൺ ചെയ്യുകയും പുതിയ ആക്ഷനിലേക്ക് അത് റീഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പേഴ്സെപ്റ്റ് സീക്വൻസ് ഒരു ഹിസ്റ്ററി, പ്രീവിയസ് എക്സ്പീരിയൻസ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇപ്പം എന്താണ് ഇപ്പോൾ ഒരു വിളക്ക് അല്ലേ, ഒരു ചെറിയ കുട്ടി മുന്നിൽ ഒരു വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ, നിലവിളക്ക് കത്തിക്കഴിഞ്ഞാൽ ചെറിയ മകനാണെങ്കിൽ നമ്മൾ അതിനോട് മോനെ അത് തൊട്ടാൽ പൊള്ളുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, വിളക്ക് തുടർന്നുണ്ടാവില്ല. പക്ഷെ പിന്നീട് നമ്മളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ചിലപ്പോൾ അതെന്ത് പോയി ചെയ്യും, ഈ വിളക്ക് പിടിക്കും, കൈ കൊണ്ട് പോയി പിടിക്കും. ആ സമയത്ത് അതിനെ എന്ത് ചെയ്യും, അതിൻ്റെ കൈ പൊള്ളും. അപ്പോൾ അതിന് മനസ്സിലാവുന്നത് ഇത് പൊള്ളും എന്നുള്ള കാര്യം. പിന്നീട് ഒരു അവസരം അതിൻ്റെ മുന്നിലേക്ക് ഒരു വിളക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടി ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ വിളക്ക് പോയി പിടിക്കില്ല. കാരണം അതിനൊരു പ്രീവിയസ് ഹിസ്റ്ററി അതിനറിയാം, ഇത് തൊട്ടാൽ പൊള്ളും എന്നുള്ള സാധനം. ഓക്കെ. അപ്പോൾ പ്രീവിയസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അല്ലെ പേഴ്സെപ്റ്റ് സീക്വൻസ് എന്ന് പറയുന്ന ഒരു ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എന്നാൽ മാത്രം അതിന് ലേൺ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പുതിയ രീതിയിൽ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതൊരു ഇൻ്റലിജൻറ്റ് രീതിയിലേക്ക് അതിന് മാറണമെങ്കിൽ ഈ പേഴ്സെപ്റ്റ് സീക്വൻസിൻ്റെ ആവശ്യം അവിടെ ഉണ്ട്. ഓക്കെ. ഇനി ഒരു ഏജൻറ്റിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ഏജൻറ്റ് ചെയ്യുന്ന ആക്ഷൻ, അതിൻ്റെ സ്വഭാവം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഏജൻറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഒരു ഏജൻറ്റിൻ്റെ ഫങ്ഷൻ, ഒരു ഏജൻറ്റ് ചെയ്യേണ്ട ഫങ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഒരു ഏജൻറ്റ് പ്രോഗ്രാം ഉപയോഗിക്കുന്നത് കേട്ടോ. ഒരു ഏജൻറ്റ് പ്രോഗ്രാമിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഒരു ഏജൻറ്റിൻ്റെ ഫങ്ഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്.
അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഏജന്റ് ഈസ് ഈക്വൽ ടു ആർക്കിടെക്ചർ പ്ലസ് പ്രോഗ്രാം. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കേട്ടോ, ആർക്കിടെക്ചർ പ്ലസ് പ്രോഗ്രാം ഇത് രണ്ട് ചേർന്നതാണ് എന്ത് ഒരു ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇക്വേഷൻ അവിടെ ഓർത്ത് വെക്കുക, ഏജന്റ് ഈസ് ഈക്വൽ ടു ആർക്കിടെക്ചർ പ്ലസ് ഏജന്റ് പ്രോഗ്രാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എൻ്റെ കയ്യിൽ ഒരു റോബോട്ട് ഉണ്ടെന്ന് വെച്ചോ, എന്തിരനോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനെ പോലുള്ള ഒരു റോബോട്ട് ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ ഈ റോബോട്ടിൻ്റെ മുന്നിൽ ഈ റോബോട്ടിൻ്റെ അകത്തേക്ക് ഒരു ഇൻപുട്ട് വരികയെന്ന് വെച്ചോ. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ ഒരു റോബോട്ട് എന്ത് കാണുക, ഒരു ഗ്ലാസ് കാണുകയാണ്. ഈ ഒരു ഗ്ലാസ് കാണുമ്പോൾ എന്ത് ആക്ഷനാണ് അത് ചെയ്യേണ്ടത്? ഒരു ഗ്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഏജന്റിന് എന്ത് ചെയ്യാം, പല ആക്ഷൻസുകൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗ്ലാസ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏജന്റിന് ആ ഗ്ലാസിൻ്റെ അകത്തേക്ക് വെള്ളം നിറക്കാം അല്ലേ. അപ്പോൾ വെള്ളം നിറക്കുക എന്ന് പറയുന്നത് ഒരു ഏജന്റിനെ സംബന്ധിച്ചൊരു ആക്ഷനാണ്. ഇനി ഗ്ലാസ് കണ്ടു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ ഗ്ലാസ് എന്ത് ചെയ്യാം, ഏജന്റിന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. ഇറ്റ്സ് അനദർ ആക്ഷൻ അല്ലേ. അതേപോലെ ഈ ഗ്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഏജന്റ് എന്ത് ചെയ്യാം, ഈ ഗ്ലാസ് എടുത്ത് വേറെ ആൾക്ക് കൊടുക്കാം, വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി വേറെ ആൾക്ക് കൈമാറാം. ഓക്കെ, ഈ ഒരു കാര്യം, ഈ ഒരു ഗ്ലാസ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ആക്ഷനാണ് ഇതിൻ്റെ അകത്ത് ഏജന്റ് ചെയ്യേണ്ടത്? ഗ്ലാസിനെ മൂവ് ചെയ്യുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ ഗ്ലാസിനടുത്ത് മറ്റൊരാൾക്കാണോ കൊടുക്കുകയാണോ വേണ്ടത്? ഇത് ഡിസൈഡ് ചെയ്യുന്ന എന്താണ്, നമ്മളെ ഏജന്റിന്റെ പെർസെപ്റ്റ് സീക്വൻസ് ആണ്. അല്ലെങ്കിൽ ഏജന്റിനെ സംബന്ധിച്ചോളം അതിന്റെ ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ഈ കാര്യം, ഈ ആക്ഷനിൽ ഏത് ചെയ്യണം എന്നത് തീരുമാനിക്കുന്നത്. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഒരു റോബോട്ടിക് കാർ ഉണ്ടെന്ന് വെച്ചു. ഒരു റോബോട്ടിക് കാറുണ്ട്. ഈ റോബോട്ടിക് കാറിൻ്റെ മുന്നിൽ ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ഒബ്സ്റ്റക്കിൾ അത് കണ്ടെന്ന് വെച്ചു. അപ്പം ഈ ഒബ്സ്റ്റക്കിൾ കണ്ടു കഴിഞ്ഞാൽ കാറ് എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്? വഴിമാറി പോകണമോ, അല്ലെങ്കിൽ കാർ റിവേഴ്സിലേക്ക് പോകണമോ, ഇങ്ങനെയുള്ള ഏത് ആക്ഷനാണ് ഈ കാർ എന്ന് പറയുന്ന ഏജന്റ് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ പെർസെപ്റ്റ് സീക്വൻസിനെ ബേസ് ചെയ്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് ഏജന്റ് ഈസ് ഈക്വൽ ടു ആർക്കിടെക്ചർ പ്ലസ് പ്രോഗ്രാം. ഓക്കെ, ഇത് രണ്ടും ചേരുമ്പോഴാണ് ഒരു ഏജന്റ് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏജന്റിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോഫ്റ്റ്വെയർ ഏജന്റുകളുണ്ട്, ഹ്യൂമൻ ഏജന്റുകളുണ്ട്, റോബോട്ടിക് ഏജന്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനി നമുക്ക് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഏജന്റിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ഉണ്ട്. ആ എക്സാമ്പിൾ നമുക്കൊന്ന് പരിചയപ്പെടാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് ഒരു വാക്വം ക്ലീനറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫിഗർ കാണാം, വാക്വം ക്ലീനറിൻ്റെ ഫിഗർ നിങ്ങൾക്ക് കാണാം. അപ്പം ആ വാക്വം ക്ലീനർ രണ്ട് റൂമുകളുണ്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ രണ്ട് പ്ലേസസ് ആണ് എയും ബി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു റൂമിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തതാണ് കരുതിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ റോബോട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വേൾഡ് എന്ന് പറയുന്നത് എന്താണ്, രണ്ട് ലൊക്കേഷൻസുകൾ മാത്രമാണ്. ഓക്കെ, അപ്പം റോബോട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വേൾഡ് എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് 2 ലൊക്കേഷൻസ്. ഇവിടെ കണ്ടോ, ഈ ഒരു എക്സാമ്പിളിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു റോബോട്ടിനെ, ഈ ഒരു വാക്വം ക്ലീനർ റോബോട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വേൾഡ് എന്ന് പറയുന്നത് വെറും 2 ലൊക്കേഷനാണ്. അപ്പോൾ എന്താ വേൾഡ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, വേൾഡ് എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ ഏജന്റ് കിടക്കുന്ന അതിൻ്റെ ചുറ്റുപാടും അതിൻ്റെ ചുറ്റുപാടിൽ കിടക്കുന്ന വസ്തുക്കളും ഒബ്ജക്റ്റുകളൊക്കെ തീർന്നതാണ് ഈ വേൾഡ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പം നമ്മൾ പണ്ട് കാലത്തൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കവിത ഉണ്ടായിരുന്നു, ഒരു പി മധുസൂദനൻ നായരുടെ ഒരു കവിത ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് അതിനും അപ്പുറം എന്താണെന്നാണ് ഒരു പോയത്തിൻ്റെ പേര് എന്ന് പറയുന്നത്. നമ്മളങ്ങനെ ഒരു ചെറിയ ക്ലാസ്സിൽ ഞാൻ വേൾഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങളെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കവിത ജസ്റ്റ് നമുക്ക് ഇവിടെ നോക്കാം. ഇതെന്ന് പറയുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പി മധുസൂദനൻ നായർ എന്ന് പറയുന്ന പോയറ്റ് എഴുതിയ ഒരു കവിതയാണ് ഈ അതിനും അപ്പുറം എന്താണെന്നുള്ളത്. അതിൻ്റെ അകത്ത് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, കവിത നമുക്ക് ജസ്റ്റ് വായിക്കാം. പൊട്ടക്കിണറിൽ കരയിൽ വളരും പന്നൽ ചെടിയുടെ കൊമ്പിന്മേൽ പതുങ്ങി നിന്നൊരു പച്ച പശുവിന് പണ്ടൊരു സംശയമുണ്ടായി. എന്നുടെ ലോകം ചെടിയും ചെടിയിലെ വേരും തണ്ടും തളിരിലയും അതിൻ്റെ രുചിയും ഗന്ധവും എന്നാൽ അതിനും അപ്പുറം എന്താണ്? ഓക്കെ, അതായത് ഈ ഒരു പച്ചപ്പൈ നമ്മളൊരു ഏജന്റായിട്ട് കൺസിഡർ കഴിഞ്ഞാൽ ആ പച്ചപ്പൈയുടെ വേൾഡ് എന്ന് പറയുന്നത് എന്താണ്? ഇത്രയേ ഉള്ളൂ. ഉണ്ടോ? എന്നുടെ ലോകം ചെടിയും ചെടിയിലെ വേരും തണ്ടും തളിരിലയും അതിൻ്റെ രുചിയും ഗന്ധവും എന്നാൽ അതിനും അപ്പുറം എന്താണ്? ഇത്രയും അതിൻ്റെ വേൾഡ് ഒബ്ജക്റ്റും കാര്യങ്ങളുള്ളൂ. അത് കേട്ടിട്ട് ഒരു പച്ചപ്പൈയുടെ ഈ ഒരു കാര്യം പച്ചപ്പൈ പറയുന്നത് കേട്ടിട്ട് ഇതിന് മറുപടിയായിട്ട് മറ്റൊരു ഏജന്റ് വരികയാണ്. ആ ഏജന്റാണ്
തവള എന്ന് പറയുന്നത്. അപ്പം അത് കേട്ടിട്ട് പൊട്ടക്കിണറ്റ് കിടക്കുന്ന തവള എന്ന് പറയുന്ന ഏജന്റ് നമുക്കൊരു ഏജന്റായിട്ട് കാണാം. അപ്പം അവർ പറയാണ്, പൊട്ടക്കിണറിൽ ഒളിച്ചു വസിക്കും തവള പറഞ്ഞു മറുപടിയായി, എന്നുടെ ലോകം കിണറും കിണറിലെ മീനും പായൽ കാടുകളും ഇടവപ്പാതി പിറന്നാൽ പിന്നെ കോരിച്ചെടിയും പെരുമഴിയും ഒളിച്ചിരിക്കാൻ മാളവും എന്നാൽ അതിനുമപ്പുറം എന്താണ്. അപ്പം ഒരു തവള എന്ന് പറയുന്ന ഒരു ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചുറ്റുപാട് എന്തൊക്കെയുള്ളൂ, അതിന്റെ ലോകത്ത് എന്തൊക്കെയുള്ളൂ, കിണറും മീനും മീനിലെ പായലുകളും കാര്യങ്ങളാണുള്ളത്. പിന്നെ ഇടവപ്പാതി കഴിഞ്ഞാൽ മഴകൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, ഒളിച്ചിരിക്കാൻ മാളവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് ആ ജീവിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വേൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് കേട്ടിട്ട് കുന്നിൻ മുകളിൽ കിടക്കുന്ന ഒരു കുരുവി, മുന്നിൽ കിടക്കുന്ന കൂടും കൂട്ടി കിടക്കുന്ന കുരുവി എന്താണ് അതിന് റിപ്ലൈ കൊടുക്കുകയാണ്. കുന്നിൻ മുകളിൽ കൂടും കൂട്ടി കഴിഞ്ഞുകൂടും പൂങ്കുരുവി, പറന്നു വന്നു ചിലച്ചും കൊണ്ട് അതിനും ഉത്തരം ചൊരിയുന്നു, അതിനും അപ്പുറം ഉണ്ടൊരു പുഴയും പച്ചപ്പാടവും മലകടലും അലറത്തുള്ളും തിരമാലകൾ എന്ന അതിനും അപ്പുറം എന്താണ്. അപ്പം ഒരു പൂങ്കുരുവിനെ സംബന്ധിച്ചിടത്തോളം അത് പറന്ന് പല സ്ഥലങ്ങളിലേക്കും പോവാണ് അല്ലെ. അപ്പൊ അതിനെ സംബന്ധിച്ചോളം എന്താണ്, അതിനെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്, പുഴയും അതേപോലെ പച്ചപ്പാടവും തിരമാലകളൊക്കെ അത് കാണുന്നുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറം പറഞ്ഞൂടെ. അപ്പം ഒരു പൂങ്കുരുവിനെ സംബന്ധിച്ചിടത്തോളം പൂങ്കുരുവിനെ ഏജന്റായി കാണുകയാണെങ്കിൽ അതിന്റെ വേർഡ് എന്ന് പറയുന്നത് ദിസ് ബൗണ്ടറി. ഓക്കെ, അപ്പം ഓരോ ഏജന്റിനെയും മൂന്നാൾക്കാർ, ഈ പച്ചപ്പയ്യെയും അതേപോലെ ഈ തവളനെയും അതേപോലെ ഈ ഒരു പക്ഷിയെയും നമുക്ക് പൂങ്കുരുവിയെ നമുക്ക് ഓരോ ഏജന്റുകളായി കൺസിഡർ കഴിഞ്ഞാൽ ആ ഒതത് ജീവികളെ സംബന്ധിച്ചോളം അതിന്റെ വേൾഡിൽ കിടക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതിനൊരു ബൗണ്ടറി, ദർ വിൽ ബി എ ബൗണ്ടറി അല്ലെ. അതിന്റെ ഉള്ളിൽ ഒബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ആയിരിക്കും അതിനെ സംബന്ധിച്ച് അതിന്റെ വേൾഡിൽ കിടക്കുന്നുണ്ട്. അപ്പം വേൾഡ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് വിൽ ബി ഡിഫറെന്റ് ഫോർ എ ഡിഫറെന്റ് ഏജന്റ്. ഓക്കെ, ചില നമ്മുടെ വേൾഡിൽ കിടക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം എക്സിസ്റ്റ് പോലും ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പം ഒരു ഏജന്റ് കിടക്കുന്ന വേൾഡ് വിൽ ബി ഡിഫറെന്റ്. ഓക്കെ, അപ്പം ഒരു ജസ്റ്റ് വേൾഡിന്റെ മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് എനിക്ക് കവിത എടുത്തിട്ടത്, ജസ്റ്റ് പറഞ്ഞത് മാത്രം. അപ്പൊ ഇവിടെ ഒരു റോബോട്ട് ഏജന്റ് കിടക്കാണ്. ഈ റോബോട്ട് ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു വാക്വം ക്ലീനർ ഏജന്റ് കിടക്കാണ്. ഈ വാക്വം ക്ലീനർ ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വേൾഡിൽ, ആ വാക്വം ക്ലീനർ ഇതിന്റെ വേൾഡിൽ ആകെ എന്തേ ഉള്ളൂ, 2 ലൊക്കേഷൻസുകളേ ഉള്ളൂ. ആ ലൊക്കേഷൻസുകളാണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ എയും സ്ക്വയർ ബി. ഇവിടെ കണ്ട പിക്ചറിൽ കാണാം. ഓക്കെ, ഇവിടെ ഒരു സ്ക്വയർ എ ഉണ്ട്, ഒരു സ്ക്വയർ ബി ഉണ്ട്. അങ്ങനെ 2 ലൊക്കേഷൻസുകളാണ് ഈ ഒരു റോബോട്ടിക് വാക്വം ക്ലീനറിനെ സംബന്ധിച്ചോളം അതിന്റെ വേൾഡിൽ കിടക്കുന്നത്. ഇപ്പൊ എന്താണ് ഈ വാക്വം ക്ലീനർ ഏജന്റിന്റെ ഡ്യൂട്ടി നോക്കാം. ആ വാക്വം ക്ലീനർ ഏജന്റ് ചെയ്യുന്ന കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാക്വം ക്ലീനർ ഏജന്റ് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാറ്റ് ഏജന്റ് വിൽ പെർസീവ് വിച്ച് സ്ക്വയർ ഇറ്റ് ഈസ് ഇൻ ആൻഡ് വെദർ ദർ ഈസ് എ ഡേർട്ട് ഇൻ ദി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു വാക്വം ക്ലീനർ ഏജന്റ് എന്ത് ചെയ്യും, സ്ക്വയർ പെർസീവ് ചെയ്യും, അത് കിടക്കുന്ന സ്ക്വയർ ഏതാണെന്നത് പെർസീവ് ചെയ്യും, എന്നിട്ട് അവിടെ ഡേർട്ട് ഉണ്ടോ. അപ്പൊ ഏത് പറഞ്ഞ സ്ക്വയറിലാണ് ഏജന്റ് കിടക്കുന്നതെങ്കിൽ അത് എന്ത് ചെയ്യാണ്, ആ എൻവറോൺമെന്റ് ആ വേൾഡ് അത് പെർസീവ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആ സ്ക്വയറിന്റെ അകത്ത് ഡേർട്ട് ഉണ്ടോ നോക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് ആദ്യം ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ ചെയ്യുന്ന കാര്യമാണ് ഇറ്റ് ക്യാൻ ചൂസ് മൂവ് ലെഫ്റ്റ് മൂവ് റൈറ്റ്. അതായത് ഇതിനെന്ത് ചെയ്യാം, ഇതിന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാം, റൈറ്റിലേക്ക് മൂവ് ചെയ്യാം, പിന്നെ എന്താ ചെയ്യാൻ പറ്റും, സക്ക് അപ്പ് ദി ഡേർട്ട് ആൻഡ് ഡു നത്തിങ്. ഇത്രയും ആക്ഷൻസുകളാണെന്ന് ചെയ്യാം. ഒന്നുകിൽ അത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും, അല്ലെങ്കിൽ അത് റൈറ്റിലേക്ക് മൂവ് ചെയ്യും, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, ഡേർട്ട് സക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. ഇത്രയും ആക്ഷൻസുകളാണ് ഈ ഒരു ഏജന്റിനെ സംബന്ധിച്ചുള്ള അതിന് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി എപ്പോഴൊക്കെയാണ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നത്, എപ്പോഴൊക്കെയാണ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നത്, എപ്പോഴൊക്കെയാണ് ഡേർട്ട് സക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പം ഇവിടെ നോക്കണേ, ഇവിടെ ഇപ്പം ഏജന്റ് കിടക്കുന്നത് ഇപ്പം എ എന്ന് പറയുന്ന സ്ക്വയറിന്റെ അകത്ത്. ഓക്കെ, അപ്പൊ ഏജന്റ് കിടക്കുന്ന ഈ സ്ക്വയർ ഡേർട്ടി ആണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, ഡേർട്ടി ആണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, then it will suck അല്ലെ, ഡേർട്ട് എന്ത് ചെയ്യുന്നു, സക്ക് ചെയ്തെടുക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, ഇറ്റ് വിൽ മൂവ് ടു ദി അതർ സ്ക്വയർ. എ എന്ന് പറയുന്ന സ്ക്വയറിലാണ് ഉള്ളതെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, എയിൽ ഡേർട്ട് ഒന്നും ഇല്ലെങ്കിൽ എങ്ങോട്ട് പോവാണ്, ബിയിലേക്ക് പോവാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പെർസെപ്റ്റ്സ് എന്ന് പറയുന്നത് അല്ലെ, പെർസെപ്ഷൻ വാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന്റെ മീനിങ് ഒക്കെ പറഞ്ഞു. ഈ ഒരു ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പെർസെപ്റ്റ് അല്ലെങ്കിൽ പെർസീവ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് കിടക്കുന്ന ലൊക്കേഷൻ, അതേപോലെ അവിടെ കിടക്കുന്ന കണ്ടന്റ്. ഓക്കെ, അതിൽ കിടക്കുന്ന ഒരു കണ്ടന്റ് ആണ് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ എന്താണ് ഡേർട്ട് എന്ന് പറയുന്നത്. അതേപോലെ അതിന്റെ ലൊക്കേഷൻ എയും ബി ഒക്കെ അതിന്റെ ലൊക്കേഷൻ ആണ് അല്ലെ. അപ്പം ഇവിടെ പെർസെപ്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്, എ
ഡേർട്ട് ഒക്കെ എന്താണ് ഈ ഏജന്റിനെ സംബന്ധിച്ചുള്ള അതിന്റെ പെർസെപ്റ്റുകളാണ്. ഇനി ഏജന്റ് ചെയ്യുന്ന ആക്ഷൻ എന്തൊക്കെയാ? നമ്മളിപ്പോൾ മോള് പറഞ്ഞു ഏജന്റ് എന്ത് ചെയ്യാം, ലെഫ്റ്റിലേക്ക് പോവാം, അതിന് റൈറ്റിലേക്ക് പോവാം, അതേപോലെ ഡേർട്ട് ഉണ്ടെങ്കിൽ സക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷനും ചെയ്യാതിരിക്കാം. യു ക്യാൻ ഡു നത്തിങ്, ഒന്നും ചെയ്യാതിരിക്കാം. ഓക്കെ, അപ്പം ഒരു ഏജന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഏജന്റിന്റെ ഫംഗ്ഷൻ നമുക്കത് പ്രോഗ്രാം ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം, അതിന്റെ ഫംഗ്ഷൻ നമ്മൾ എഴുതണം. ഓക്കെ, ആ ഫംഗ്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലുക്കപ്പ് ടേബിൾ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ലുക്കപ്പ് ടേബിൾ ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു സിമ്പിൾ ഏജന്റ് ആയതുകൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഞാനിപ്പോൾ ലുക്കപ്പ് ടേബിൾ കാണിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കപ്പ് ടേബിൾ ആണ്. പക്ഷെ ചില ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ലുക്കപ്പ് ടേബിൾ എന്ന് പറയുന്ന വലിയൊരു ലാർജ് ലുക്കപ്പ് ടേബിൾ ആയിരിക്കും. നമുക്ക് ഈ ഒരു ഏജന്റിന്റെ ലുക്കപ്പ് ടേബിൾ നമുക്ക് കാണാം കേട്ടോ. ഈ ഒരു വാക്യൂം ക്ലീനർ ഏജന്റിന്റെ ലുക്കപ്പ് ടേബിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നുമില്ല, ലുക്കപ്പ് ടേബിളിന്റെ അകത്ത് എന്താ ഉണ്ടാവുക, ഏജന്റിന്റെ ഫംഗ്ഷൻ എന്താണ് ഉണ്ടാവുക. ഇവിടെ കാണാം, ഇവിടെ പേഴ്സെപ്റ്റ് സീക്വൻസ് കൊടുത്തിട്ട്, ഇതാണ് ലുക്കപ്പ് ടേബിൾ. അപ്പോൾ ഇതിന്റെ അകത്ത് പേഴ്സെപ്റ്റ് സീക്വൻസ് കൊടുക്കുന്നുണ്ട്, ആക്ഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് A, എന്ന് പറയുന്ന ലൊക്കേഷൻ, അത് കിടക്കുന്ന സ്ക്വയർ എ ആണെങ്കിൽ, എ ക്ലീൻ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നാ പറയുന്നടാ, ആ വാക്വം ക്ലീനർ എങ്ങോട്ട് പോകണം, റൈറ്റിലേക്ക് മൂവ് ചെയ്യണം. ഇവിടെ നമുക്ക് ഒന്നുകൂടെ അത് മാറ്റി വരക്കാം. ഇതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യാണ്, എയിലാണെന്ന് വെച്ചു. എ എന്ന് പറയുന്ന പാർട്ട് ഇത്, ബി എന്ന് പറയുന്ന പാർട്ട് ഇത്. ഓക്കെ, അപ്പോൾ നമ്മളെ ഏജന്റ് കിടക്കുന്നത്, നമ്മളെ വാക്വം ക്ലീനർ ഏജന്റ് കിടക്കുന്നത് എ എന്ന് പറയുന്ന പാർട്ടിലാണ്. അപ്പോൾ എ എന്ന് പറയുന്ന പാർട്ട് ക്ലീൻ ആണ്, എന്ത് ചെയ്യാ പറയുന്നത്, റൈറ്റിലേക്ക് മൂവ് ചെയ്യും. ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ഇത് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, റൈറ്റിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ഇനി അതാണ് ഒരു സാഹചര്യം. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ എന്താണ് എ എന്ന് പറയുന്ന പോയിന്റിൽ, എ എന്ന് പറയുന്ന സ്ക്വയറിലാണ് ആര് കിടക്കുന്നത്, നമ്മുടെ ഏജന്റ് കിടക്കുന്നത്. അവിടെ ക്ലീൻ ആണെങ്കിൽ അത് ജസ്റ്റ് റൈറ്റിലേക്ക് മൂവ് ചെയ്യും. ഇനി അത് എ എന്ന് കിടക്കുന്ന സമയത്ത് ആ പെർട്ടിക്കുലർ സ്ഥലം ഡേർട്ട് ആണെങ്കിൽ, ആ കറന്റ് കേൾക്കുന്ന സ്ഥലം ഡേർട്ട് ആണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, ഇറ്റ് വിൽ സക്ക്. അല്ലെ, ഡേർട്ട് ആണെങ്കിൽ അത് സക്ക് ചെയ്യുന്നു. അത് അവിടെ കൊടുത്തത് എ ഡേർട്ട് ആണെങ്കിൽ അത് ചെയ്യുന്ന ആക്ഷൻ ഈസ് സക്ക്. ഓക്കെ, ഇനി ഏജന്റ് കിടക്കുന്ന ബി എന്ന് പറയുന്ന സ്ക്വയറിലാണെന്ന് വെച്ചോ, അവിടെ അത് ക്ലീൻ ആണെങ്കിൽ അത് ചെയ്യുന്ന ആക്ഷൻ എന്താ, അത് ലെഫ്റ്റിലേക്ക് മൂവ്. ഓക്കെ, ലെഫ്റ്റിലേക്ക്. ഏന്റെ കേസ് നമ്മൾ പറഞ്ഞെന്താ, എ എന്ന് പറയുന്ന സ്ക്വയറിന്റെ അകത്ത് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ അത് ക്ലീൻ ആണെങ്കിൽ എങ്ങോട്ട് പോയി, ജസ്റ്റ് ഇങ്ങോട്ടേക്ക് റൈറ്റിലേക്ക് പോയി. ഇവിടുന്ന് സ്ഥാനം ഇങ്ങോട്ടേക്ക് മാറി. ഓക്കെ, അവിടെ ആ നിൽക്കുന്ന സ്ഥാനം വീണ്ടും ക്ലീൻ ആണെങ്കിൽ പിന്നെ എങ്ങോട്ട് പോകും, റൈറ്റിലേക്ക്. അങ്ങനെ പോയി എവിടെ എത്തും, ബി സ്ക്വയറിൽ എത്തും. അപ്പം ബി സ്ക്വയറിൽ എത്തിയിട്ട് ബിന്റെ സ്ക്വയറിൽ പെർട്ടിക്കുലർ പോയിന്റിൽ ഇവിടെയൊക്കെ കിടക്കുന്ന വെച്ചു. അപ്പം ഇവിടെ ഈ ഒരു പോയിന്റ് ക്ലീൻ ആണെങ്കിൽ അത് എങ്ങോട്ട് പോകുന്ന പറയുന്നത്, ബി ക്ലീൻ ആണെങ്കിൽ എങ്ങോട്ട് പോകുന്നു, ലെഫ്റ്റിലേക്ക് പോകുന്നു. ലെഫ്റ്റിലേക്ക് പോകാൻ മീൻസ് ഈ പൊസിഷനിൽ നിന്ന് വീണ്ടും കുറച്ചുകൂടെ ഇങ്ങോട്ടേക്ക് എയുടെ ഭാഗത്തേക്ക് അടുക്കുകയാണ്. ഓക്കെ, ഒരു ജസ്റ്റ് പൊസിഷൻ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പൊ ഈ കറന്റിൽ കിടക്കുന്ന പോയിന്റ് ഡേർട്ട് ആവാനും സാധ്യതയുണ്ട്, അതേപോലെ തന്നെ ക്ലീൻ ആവാനും സാധ്യതയുണ്ട്. ഓക്കെ, ക്ലീൻ ആണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ സെയിം സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യുക, ഈ സെയിം ആക്ഷൻ തന്നെയാണ്. ബി ക്ലീൻ ആണെങ്കിൽ വീണ്ടും ലെഫ്റ്റിലേക്ക് പോകും. ഇനി ഈ കറന്റിൽ കിടക്കുന്ന ബിയുടെ ആ ഒരു ലൊക്കേഷൻ, ആ ഒരു ഡേർട്ട്, ആ ഒരു ലൊക്കേഷൻ ബിന്റെ അകത്ത് അത് കിടക്കുന്ന ഒരു ഏജന്റ് കിടക്കുന്ന സ്ഥലം ഡേർട്ടി ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, സക്ക് ചെയ്യുന്നു. ഡേർട്ടി ആണെങ്കിൽ സക്ക് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി എ എന്ന് പറയുന്ന ലൊക്കേഷൻ ക്ലീൻ ആണ്, കുറച്ചുകൂടെ മൂവ് ചെയ്യുന്നു, വീണ്ടും എവിടെ ക്ലീൻ ആണ്, അപ്പൊ വീണ്ടും എങ്ങോട്ട് പോകുന്നു, റൈറ്റിലേക്ക് പോകുന്നു. ഓക്കെ, അത് കണ്ടിന്യൂസ് ക്ലീൻ ആണെങ്കിൽ വീണ്ടും റൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഇനി എ ക്ലീൻ ആണ്, ദെൻ ഒന്ന് മൂവ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, എ ഡേർട്ട് ആയി. അതായത് ഇനീഷ്യലി ഇവിടെ കിടക്കാന്ന് വെച്ചു, ഇവിടെ. ഓക്കെ, അപ്പം ഈ ലൊക്കേഷനിൽ കിടക്കുന്ന സമയത്ത് അവിടെ സെൻസർ വെച്ചിട്ട് പെർസീവ് ചെയ്തപ്പോൾ അവിടെ ക്ലീൻ ആണ് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യുന്നു, വീണ്ടും റൈറ്റിലേക്ക് മൂവ് ചെയ്യും. ഇവിടെ എത്തിയപ്പോൾ എന്തായി, ഇവിടെ ഡേർട്ട് ഉണ്ട് എന്ന് വെച്ചു. ആ ഒരു സെനാരിയാണ് ഇവിടെ പറഞ്ഞത്, എ ക്ലീൻ, എ ഡേർട്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഡേർട്ട് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും സക്ക് ചെയ്യും. അതായത് ഒരു മൂവ്മെന്റ് നടത്തി നോക്കുമ്പോൾ ഡേർട്ട് കാണുമ്പോൾ, ഡേർട്ട് എപ്പോൾ കാണും അന്നേരം തന്നെ സക്ക് ചെയ്യുന്നു. അല്ലെ, ഡേർട്ട് കാണും അന്നേരം തന്നെ സക്ക് ചെയ്യുന്നു. അങ്ങനെ പോയി അവസാനം എ ക്ലീൻ വരുന്നതനുസരിച്ചൊക്കെ റൈറ്റിലേക്ക് പോവാണ്. ദെൻ എ ക്ലീൻ ഡേർട്ട് വന്നത്, അതായത് സീക്വൻസ് ആണ് കേട്ടോ. ഇത് പ്രീവിയസ് ഹിസ്റ്ററി സീക്വൻസ് ആണ് അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ആദ്യം നോക്കുമ്പോൾ ക്ലീൻ ആണ്, മൂവ് ചെയ്ത് ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്തു, അപ്പം വീണ്ടും ക്ലീൻ ആണ്, വീണ്ടും മൂവ് ചെയ്തു, അപ്പോൾ ഡേർട്ട് കാണും, അപ്പം ഡേർട്ട് കാണുമ്പോൾ സക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സീക്വൻസുകൾ നമ്മൾ ഒരു എന്താണ്, ഒരു ഇതിന്റെ ഹിസ്റ്ററി, ഇതിന്റെ പെർസെപ്റ്റ് സീക്വൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു ഹിസ്റ്ററി, ഇങ്ങനെയൊക്കെ ഇതിന് മൂവ് ചെയ്യാം
ഇങ്ങനെയൊക്കെ മൂവ് ചെയ്യും, ഇങ്ങനെയൊക്കെ സാഹചര്യം വരാം, അങ്ങനെ സാഹചര്യങ്ങളൊക്കെ എന്തൊക്കെ ആക്ഷൻ ചെയ്യണം എന്നുള്ള ഒരു പെർസെപ്ച്വൽ സീക്വൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്നും സീക്വൻസുകളുണ്ട്, അതുകൊണ്ടാണ് അവിടെ ഡോട്ട്സുകൾ ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ടേബിൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടേബിൾ ആയിട്ട് തോന്നും, പക്ഷെങ്കിൽ നമ്മൾ ഏജന്റ് വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തോന്നുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ്, ഈ ഒരു ടേബിൾ വെച്ചിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ല. അതുകൊണ്ട് നമ്മൾ ഈ രീതിയല്ല നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. അത് ഏത് രീതിയാണ് നമുക്ക് വരുന്ന ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇതൊരു അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു രീതിയല്ല ടേബിൾ വെക്കുന്നത്. ഓക്കെ, ടേബിളിനകത്ത് അത് ചെയ്യുന്ന ഫംഗ്ഷനെ ആയിരിക്കും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ അത് ചെയ്യുന്ന ആക്ഷൻ, ഈ ഒരു റിഫ്ലക്സ് ഏജന്റ്, ഈ റിഫ്ലക്സ് വാക്വം ഏജന്റ് ചെയ്യുന്ന എന്താണ് അത് റിട്ടേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആക്ഷൻ എന്താണ്, ഫംഗ്ഷനിൽ അത് റിട്ടേൺ ചെയ്യുന്ന ആക്ഷൻ എന്ന് നോക്കാം. അപ്പോൾ അതിന്റെ ഫംഗ്ഷൻ ഒരു സിമ്പിൾ ആയിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. ഇഫ് സ്റ്റാറ്റസ് ഈക്വൽ ടു ഡേർട്ടി, ഡേർട്ടി ആണെങ്കിൽ എന്ത് ചെയ്യണം, ദെൻ എന്ത് ചെയ്യണം, സക്ക് റിട്ടേൺ ചെയ്യണം, സക്ക് ചെയ്യാൻ പറയണം. ഒരു ഫംഗ്ഷൻ ആയിട്ട് കാണും, സി പ്രോഗ്രാമിന്റെ അകത്തൊക്കെ കാണുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ട് കണ്ടാൽ മതി. ഫംഗ്ഷൻ അകത്ത് ഒന്നാണ് ചെക്ക് ചെയ്യാണ്, സ്റ്റാറ്റസ് ഡേർട്ട് ആണോ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, സക്ക് ചെയ്യാനൊരു സക്ക് ചെയ്യണം എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ ഫംഗ്ഷനിൽ റിട്ടേൺ ചെയ്യണം. ഓക്കെ, ഇനി എൽസിഫ്, അതായത് എൽസിഫ് ലൊക്കേഷൻ ഈസ് ഈക്വൽ ടു എ, അതായത് സ്റ്റാറ്റസ് ഡേർട്ട് അല്ല, ലൊക്കേഷൻ എ ആണെങ്കിൽ എന്ത് ചെയ്യണം, ദെൻ റിട്ടേൺ റൈറ്റ്, റൈറ്റിലേക്ക്, റൈറ്റ് എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യണം, ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. അപ്പോൾ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. ഇനി ലൊക്കേഷൻ വീണ്ടും ചെക്ക് ചെയ്യാണ്, അടുത്ത വീണ്ടും എൽസിഫ് ലാഡർ കൊടുത്തിരിക്കുകയാണ്. എൽസിഫ് അത് കൊടുക്കുകയാണ് ലൊക്കേഷൻ ഈസ് ഈക്വൽ ടു ബി, ലൊക്കേഷൻ ബി ആണെങ്കിൽ എന്ത് ചെയ്യണം, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യണം. ഓക്കെ, ലൊക്കേഷൻ ഈസ് ഈക്വൽ ടു ബി ആണെങ്കിൽ എന്ത് ചെയ്യണം, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യണം. അപ്പം ഇതൊരു എന്താണ് എൽസിഫ് ലാഡർ വെച്ചിട്ട് നമ്മൾ സി പ്രോഗ്രാമിന്റെ അകത്തൊക്കെ വെച്ചിട്ടുള്ള എൽസിഫ് ലാഡർ വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ ഫോർമാറ്റിൽ ഒന്ന് റെപ്രസെന്റ് ചെയ്തതാണ്. ഒന്നുമില്ല, ആദ്യം ചെക്ക് ചെയ്യുന്നത് എന്താണ്, ഡേർട്ട് ആണോ നോക്കുന്നു, ഡേർട്ട് ആണെങ്കിൽ സക്ക് ചെയ്യാൻ പറയുന്നു. ഇനി ഡേർട്ട് അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, എൽസിഫ്. എൽസിഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇഫിന്റെ കണ്ടീഷൻ മീറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം ഇഫ് സ്റ്റാറ്റസ് ഈക്വൽ ടു ഡേർട്ട് ആണെങ്കിലാണ് സക്ക് റിട്ടേൺ ചെയ്യുന്നത്. അപ്പം അല്ലെങ്കിൽ സംഭവിക്കേണ്ട കാര്യമാണ് എൽസിഫിന്റെ അകത്ത് കൊടുത്തത്. അതായത് ഡേർട്ട് അല്ലെങ്കിൽ എന്ത് സംഭവിക്കണം, അവിടെ എന്താ പറഞ്ഞത്, ഡേർട്ട് അല്ലെങ്കിൽ ചെക്ക് ചെയ്യാണ്, ലൊക്കേഷൻ അത് കിടക്കുന്ന ലൊക്കേഷൻ എ ആണോ നോക്കുകയാണ്. എ ആണെങ്കിൽ എന്ത് ചെയ്യണം, റൈറ്റിലേക്ക് മൂവ് ചെയ്യണം. ദെൻ റിട്ടേൺ റൈറ്റിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ റൈറ്റ് എന്ന് പറയുന്ന കാര്യമാണ് അവിടെ റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഇനി എൽസിഫ് അതും അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, അതായത് ലൊക്കേഷൻ എയും അല്ലെങ്കിൽ എൽസിഫ് എന്ന് പറയുന്നത്, ഈ എൽസിഫിന്റെ കണ്ടീഷൻ തെറ്റിയാൽ മാത്രമേ അടുത്ത എൽസിഫിലേക്ക് വരൂ. നമ്മൾ സി പ്രോഗ്രാമിന്റെ അകത്ത് പറഞ്ഞ കാര്യമാണ്, അതുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനും തെറ്റാണെങ്കിൽ എങ്ങോട്ട് പോവാണ്, എന്ത് ചെക്ക് ചെയ്യാണ്, ലൊക്കേഷൻ അത് കിടക്കുന്ന ലൊക്കേഷൻ ബി ആണോ നോക്കാണ്. ബി ആണെങ്കിൽ എന്ത് ചെയ്യണം, ദെൻ റിട്ടേൺ ലെഫ്റ്റ്, അതായത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളത് റിട്ടേൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഏജന്റ് ചെയ്യുന്ന കാര്യം അതിൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ചില ആക്ഷൻസുകൾ ചെയ്യാണ്. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഇത് ചെയ്താൽ പോരാ, അതായത് നമുക്ക് എന്ത് വേണടാ, ഒരു റേഷണൽ ഏജന്റ് വേണം. അതായത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു ഏജന്റ് പോരാ, റൈറ്റിംഗ് ചെയ്യുന്ന ഏജന്റ് വേണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഗുഡ് ബിഹേവിയർ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഏജന്റ് എന്തെങ്കിലും ചെയ്യുന്ന സമയം, എന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത് അതിന്റെ ബിഹേവിയർ, അതല്ലെങ്കിൽ ആ ഒരു കാര്യം ഇന്നേ കാര്യത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസ് കൂടെ നമ്മൾ പരിഗണിച്ചിട്ട് വേണം ഏജന്റിനെ നമ്മൾ ഡിസൈൻ. അപ്പോൾ നമുക്ക് ബേസിക്കലി ഒരു ആക്ഷൻ അത് അല്ലെങ്കിൽ ഒരു ഏജന്റ് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസ് എന്താണെന്നുള്ള കാര്യം കൂടെ കൺസിഡർ ചെയ്യുന്ന ഒരു ഏജന്റിനെ നമുക്ക് നിർബന്ധമായിട്ടും വേണ്ടതായിട്ടുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏജന്റ് ചെയ്യുന്ന കാര്യം എന്താണ്, നല്ലതാണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, ബേസിക്കലി മെഷർ ചെയ്യണം. അതായത് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണടാ, വി നീഡ് പെർഫോമൻസ് മെഷർ. അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്ന കാര്യം നല്ലതാണോ എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, അതിന് വേണ്ടിയിട്ട് നമുക്ക് പെർഫോമൻസ് മെഷർ വേണം. ഓക്കെ, അപ്പം ദ നൊട്ടേഷൻ ഓഫ് ഡിസൈറബിലിറ്റി ഈസ് ക്യാപ്ചേർഡ് ബൈ പെർഫോമൻസ് മെഷർ ദാറ്റ് ഇവാലുവേറ്റ് എനി ഗിവൺ സീക്വൻസ് ഓഫ് എൻവയോൺമെൻറ്റ് സ്റ്റേറ്റ്സ്. അതായത് ഓരോ എൻവയോൺമെൻറ്റ് സ്റ്റേറ്റിലും നമുക്കതിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ പറ്റണം, എന്നാൽ മാത്രമേ നമുക്കതൊരു റാഷണൽ ഏജൻ്റ് ആണെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വാക്വം ക്ലീനറിൻ്റെ എക്സാമ്പിളിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാം. ഇതിൻ്റെ എക്സാമ്പിളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വെറുതെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പോകുന്ന ഒരു ഏജൻ്റ് അല്ല നമുക്ക് വേണ്ടത്. ഇതിൻ്റെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യണം. അപ്പോൾ എഫിഷ്യൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് എത്രത്തോളം ഡേർട്ട് ക്ലീൻ ചെയ്യുന്നു, മാക്സിമം ഡേർട്ട് ക്ലീൻ ചെയ്യാൻ നല്ലത്. അതേപോലെ അത് എന്താണ്, എത്രത്തോളം എനർജി കൺസ്യൂം ചെയ്യും, എത്രത്തോളം ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യും, അത് മിനിമം ആവുന്നത് നല്ലത്. അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ പെർഫോമൻസ് പറയുന്നത്. അപ്പം
പെർഫോമൻസ് മെഷർ സക്സസ്സുകൾ, അതേപോലെ ഏജൻറ്റിൻ്റെ പ്രിയർ നോളജ് ഓഫ് എൻവറോൺമെൻറ്റ്, ഏജൻസിന് പെർഫോം ചെയ്യുന്ന ആക്ഷൻ, അതേപോലെ ഏജൻസിൻ്റെ പേഴ്സെപ്റ്റ് സീക്വൻസ് ടു ഡേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റേഷനാലിറ്റി നമ്മളവിടെ ഡിസൈഡ് ചെയ്യുന്നത്. അതെങ്ങനെ നമുക്ക് ഈ ഒരു റേഷണൽ ഈ വാക്വം ക്ലീനറിൻ്റെ എക്സാമ്പിളിന് എന്ത് ചെയ്യും റേഷണൽ ഏജൻറ്റ് എന്ന രീതിയിൽ നമുക്കൊന്ന് കാണാൻ നോക്കാം. അപ്പോൾ ഇവിടെ 2 സ്ക്വയറുകളാണ് ഇവിടെ ബേസിക്കലി ഏജൻറ്റിനെ സംബന്ധിച്ചുണ്ടായിരുന്നത് അല്ലേ, എയും അതേപോലെ ബിയും. ഏജൻറ്റ് കിടക്കുന്നത് എ എന്ന് പറയുന്ന സ്ക്വയറിലാണെങ്കിൽ ഓക്കെ, അത് ഇവിടെ ക്ലീൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് റൈറ്റിലേക്ക് മൂവ് ചെയ്യും നമുക്കറിയാം. അപ്പോൾ അത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. ഓക്കെ, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡേർട്ട് ഉണ്ട് എന്ന് വെച്ചോ. അപ്പോൾ അത് ക്ലീൻ ചെയ്യും ചെയ്ത ശേഷം വീണ്ടും പിന്നെ ഡേർട്ട് ഉണ്ടോ നോക്കും, ഡേർട്ട് ഇല്ലെങ്കിൽ വീണ്ടും ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും അല്ലേ. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഇത് പ്രീവിയസ്ലി നിന്ന സ്ഥലത്ത് ക്ലീൻ ആണെന്ന് വെച്ചോ. അങ്ങനെ ക്ലീൻ ആയിരിക്കുകയാണെന്ന് വീണ്ടും എങ്ങോട്ട് ഇന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ റൈറ്റിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഡേർട്ട് വരാനുള്ള സാധ്യത എന്താണടാ കുറവാണ്. കാരണം ഇപ്പം അത് ക്ലീൻ ചെയ്തിട്ടേ ഉള്ളൂ അല്ലേ, ഡേർട്ടുള്ള സ്ഥലം ഇപ്പം കറന്റ് ക്ലീൻ ചെയ്തിട്ടുള്ളൂ, എന്നിട്ടാണ് ഇങ്ങോട്ട് മൂവ് ചെയ്തത്. ഓക്കെ, അപ്പം പ്രീവിയസ്ലി അത് തൊട്ട് മുന്നേ അതുണ്ടായിരുന്ന സ്ഥലത്ത് ആ ഒരു ഇൻസ്റ്റൻസിൽ അവിടെ ഇനി ഡേർട്ട് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് അതിന് ഈ ബാക്കിലേക്കുള്ള ഈ അൺനെസസറി മൂവ്മെൻറ്റ് ഒഴിവാക്കാം. അതിന് എങ്ങോട്ട് പോവാടാ റൈറ്റിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഇതിൻ്റെ എഫിഷ്യൻസി അവിടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതെന്തായി മാറുകയാണ്, നമ്മളെ ഈ ഒരു ഏജൻറ്റ് അവിടെ റാഷണൽ ഏജൻറ്റായി മാറുകയാണ് അല്ലേ. അപ്പം ഇങ്ങനെയുള്ള അൺനെസസറി മൂവ്മെൻ്റ് ഒക്കെ ഒഴിവാക്കുന്ന സമയത്ത് നമുക്ക് എനർജിയുടെ സ്പെൻഡ് അവിടെ കുറയും, സമയം ലാഭം വരും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു റാഷണാലിറ്റി എന്ന് പറയുന്ന സാധനം നമുക്ക് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലാണ് ഇത് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് മെഷർ അവിടെ എന്താകുന്നുണ്ടാ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അപ്പോൾ ഒരു ഏജൻറ്റ് റാഷണൽ ഏജൻറ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻറ്റിന് ഇതിൻ്റെ മാക്സിമം പെർഫോമൻസ് കിട്ടാനുള്ള ആക്ഷൻ ആയിരിക്കണം ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ അത് ചെയ്യേണ്ടത് അല്ലേ. ഫോർ ഈച്ച് പോസിബിൾ പെർസെപ്റ്റ് സീക്വൻസ് എ റാഷണൽ ഏജൻറ്റ് ഷുഡ് സെലക്ട് ആൻ ആക്ഷൻ ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു മാക്സിമൈസ് ഇറ്റ്സ് പെർഫോമൻസ്. ഏത് ഇൻസ്റ്റൻസിലെ നമ്മളെ റേഷണൽ ഏജൻറ്റ് കിടക്കുന്ന സമയത്ത് ആ റേഷണൽ ഏജൻറ്റ് എന്ത് ചെയ്യണം, അതിന് ഒരുപാട് ആക്ഷൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലേ, അതിൽ ഏറ്റവും പെർഫോമൻസ് മാക്സിമം തരുന്ന തരത്തിലുള്ള ആക്ഷൻ ആയിരിക്കണം അത് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് പെർഫോമൻസ് മെഷർ എന്ത് ചെയ്യണം, അത് മാക്സിമൈസ് ചെയ്യാനുള്ള ആക്ഷൻ ആയിരിക്കണം അത് ഓൾവേസ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ഏജൻറ്റിനെ നമുക്കെന്ത് പറയാം, റാഷണൽ ഏജൻറ്റ് എന്ന് പറയാം. റാഷണൽ ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫോർ ഈച്ച് പോസിബിൾ പെർസെപ്റ്റ് സീക്വൻസ് എ റാഷണൽ ഏജൻറ്റ് ഷുഡ് സെലക്ട് ആൻ ആക്ഷൻ ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു മാക്സിമൈസ് ഇറ്റ്സ് പെർഫോമൻസ് മെഷർ. അതിൻ്റെ പെർഫോമൻസ് മെഷർ മാക്സിമൈസ് ചെയ്യേണ്ട ആക്ഷൻ ആയിരിക്കണം അത് ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ പ്രകാരം എന്താണ് നമുക്കിവിടെ നോക്കാം. നമ്മളെ റോബോട്ടിക് ഏജൻറ്റ് എ എന്ന് പറയുന്ന, നമ്മളിപ്പം വാക്വം ക്ലീനറിൻ്റെ എക്സാമ്പിളിൽ തന്നെ പറയാം, എ എന്ന് പറയുന്ന സ്ക്വയറിലാണ് കിടക്കുന്നതെങ്കിൽ ഇവിടുന്ന് ഒരു പെർട്ടിക്കുലർ സ്ഥലം അത് സെൻസ് ചെയ്യാണ്, ഇവിടെ ക്ലീൻ ആണെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. ഓക്കെ, ഇപ്പം ഇവിടെ ക്ലീൻ ആണെങ്കിൽ ഇത് ബാക്കോട്ടേക്ക് തിരിച്ച് മൂവ് ചെയ്യരുത്. കാരണം ഇത് 2 ചോയ്സ് കിടക്കുകയാണ്, മുന്നോട്ടേക്ക് മൂവ് ചെയ്യാം, ക്ലീൻ ആണെങ്കിൽ അതിന് മുന്നോട്ട് മൂവ് ചെയ്യാം, ബാക്കോട്ട് മൂവ് ചെയ്യാം. അപ്പം ഇതിൽ ഏത് ആക്ഷൻ അത് ചെയ്യണം, മുന്നോട്ട് പോകണോ ബാക്കോട്ട് പോകണോ, ഏതാ നല്ലത്? ഇത് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. കാരണം ബാക്കിൽ ഇത് തൊട്ട് മുന്നേ സെൻസ് ചെയ്തിട്ട് ക്ലീൻ ആണെന്ന് ഡിസൈഡ് ചെയ്തിട്ടേ ഉള്ളതുള്ളൂ. അപ്പോൾ ഇപ്പം ചെയ്യാൻ പറ്റുന്ന മാക്സിമം എന്താണ് പെർഫോമൻസിന് മാക്സിമൈസ് ചെയ്യുന്ന ഏറ്റവും സൂട്ടബിൾ ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അത് റൈറ്റിലേക്ക് പോകലാണ്. ഓക്കെ, അപ്പം അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഫോർ ഈച്ച് പോസിബിൾ പെർസെപ്റ്റ് സീക്വൻസ് എ റാഷണൽ ഏജൻറ്റ് ഷുഡ് സെലക്ട് ആൻ ആക്ഷൻ ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു മാക്സിമൈസ് ഇറ്റ്സ് പെർഫോമൻസ് മെഷർ. അതായത് ഇത് ബാക്കോട്ടേക്ക് വീണ്ടും തിരിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് എന്താവില്ല, അത്ര മാക്സിമൈസ് ആയില്ല. മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം അതാണ് ഉദ്ദേശിക്കുന്നത്. ഏത് പോസിബിൾ സീക്വൻസിലായാലും ഏജൻറ്റ് എന്ത് ചെയ്യണം, അതിൻ്റെ പെർഫോമൻസ് മെഷർ മാക്സിമൈസ് ചെയ്യാൻ തരത്തിലുള്ള ആക്ഷൻ ആയിരിക്കണം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്ന ഏജൻറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം, റാഷണൽ ഏജൻറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ എന്താണ് ഏജൻറ്റ് എന്ന് പറഞ്ഞു. ഏജൻറ്റിൻ്റെ എന്തുണ്ട്, ആക്ച്വേറ്റേഴ്സ് ഉണ്ട്, അതേപോലെ സെൻസേഴ്സ് ഉണ്ട്, ഏജൻറ്റ് കിടക്കുന്ന എൻവറോൺമെൻറ്റ് ഉണ്ട്. ദെൻ റാഷണൽ ഏജൻറ്റ് എന്താണെന്ന് പറഞ്ഞു. അതേപോലെ ഏജൻറ്റിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു അല്ലേ, ഒരു ഏജൻറ്റ് പിന്നെ എപ്പോഴാണ് റാഷണൽ ഏജൻറ്റായി തീരുക എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, വാക്വം ക്ലീനർ എന്ന് പറയുന്ന എക്സാമ്പിളാണ് പറഞ്ഞത്. ആദ്യം ഒരു സിംപ്ലി ആ കോൺസെപ്റ്റ് പറഞ്ഞതിന് ശേഷം പിന്നീട് അതിനെ റാഷണൽ ഏജൻറ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് എങ്ങനെ അത് മാറും എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ പറയാം.